നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞെന്ന് പറയടി, അല്ലെങ്കിൽ നീ ഡേറ്റ് ഏതാന്ന് പറ. എന്തിനാ ചേച്ചി? നിന്റെ ഛർദി കാണുമ്പോഴേ വിശേഷം വല്ലതുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. പീരീഡ്സ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി പരിശോധിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പീരീഡ്സ് നിലച്ചിട്ടിപ്പോ 20 ദിവസമായി. ഈശ്വര, എന്നിട്ട് എന്താ ദേ നീ ഇത് ആരോടും പറയാതിരുന്നേ? ശബരി നിന്റെ അടുത്ത് ചോദിച്ചതല്ലേ ഇത്? ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ ആദ്യം പറയേണ്ടത് സ്വന്തം ഭർത്താവിനോടല്ലേ? എനിക്ക് പറയാൻ തോന്നിയില്ല ചേച്ചി. ഇവിടെ വന്ന് ചേച്ചിമാരോട് പറയാന്ന് വിചാരിച്ചു. ഞങ്ങളാണോ ദേ ആദ്യം ഇതറിയണ്ടേ? ശബരിയല്ലേ? ശബരിയേട്ടൻ അറിഞ്ഞ ഉടനെ ആ വീട്ടിൽ മൊത്തം പാട്ടാക്കും. അവരുടനെ ശബരിയേട്ടന്റെ അടുത്ത കുഞ്ഞിനുള്ള ചർച്ചകളും ചടങ്ങുകളും തുടങ്ങും. ഞാൻ ഈ ഗർഭം ചുമക്കേണ്ടിയും വരും. എനിക്കിത് വേണ്ട. ശബരിയേട്ടൻ പോലും അറിയാതെ ഇതിവിടെ വെച്ച് ഇല്ലാതാക്കാൻ എന്റെ ചേച്ചിമാരെന്നെ സഹായിക്കണം. എടി, നീ എന്തൊക്കെയാ ദേ പറയുന്നേ? ശബരി അറിയാതെ കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്നോ? അതെ ചേച്ചി, എനിക്കിനി ഉടനെ പ്രസവിക്കാനൊന്നും വയ്യ. കല്യാണം കഴിഞ്ഞ് 1 വർഷം ആയപ്പോഴേക്കും ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് 1 വയസ്സ് കഴിയുമ്പോഴേക്കും അടുത്ത കുഞ്ഞ്. ഇതിനു വേണ്ടി മാത്രമാണോ കല്യാണം കഴിച്ചത്? എടി, ഇതൊക്കെ നീ ഞങ്ങളോട് ചോദിച്ചിട്ട് എന്താ ദേ? നീയും ശബരിയും കൂടി ആലോചിക്കേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ? ഇനി ഇത് വേണ്ടെങ്കിൽ നീയും അവനും കൂടി തീരുമാനം എടുക്കേണ്ടത്. അവരുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ചേച്ചി? എല്ലാം തുറന്നു പറഞ്ഞിട്ട് ഒടുവിൽ ശബരിയേട്ടന് വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാ. ഇപ്പോഴാണെങ്കിൽ ആരും അറിയാതെ ഒഴിവാക്കാൻ എളുപ്പമല്ലേ? പ്ലീസ് അമലേച്ചി, ഒന്ന് പറ ചേച്ചി. ഇപ്പൊ ചേച്ചിയുടെ കഷ്ടപ്പാട് ഞാൻ കാണുന്നതല്ലേ? എനിക്കിതുപോലെ കഷ്ടപ്പെടാൻ വയ്യാത്തോണ്ടാ ഞാൻ പറയുന്നത്. തുടക്കത്തില് ഞാനും നിന്നെ പോലെ വേണ്ടെന്ന് വെച്ചതേ, ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചതുവാ. പക്ഷെ ഇപ്പൊ എന്റെ മോന്റെ മുഖം കാണുമ്പോ അങ്ങനെ ചെയ്യാതിരുന്നത് നന്നായെന്നും കഷ്ടപ്പാടൊന്നും വെറുതെ ആയില്ലെന്നും തോന്നുന്നു. രഘുവേട്ടൻ കടയിൽ പോയിട്ട് വന്നെന്ന് തോന്നുന്നു. ഇനി ഈ വിഷയം നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാനേ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ട് വരാം. എന്തുവാടി? സുശീല ആൻറ്റി 2 തവണ വിളിച്ചിട്ടുണ്ടല്ലോ. എന്തായിരിക്കും? വിളിച്ചു നോക്കാം. ആ ഹർഷേ, ഹോ, ഞാൻ കരുതി നീ എന്നെ ഉപേക്ഷിച്ചെന്ന്. ഞാന് അത്താഴം കഴിക്കായിരുന്നു ആൻറ്റി. ഫോൺ മുറിയിൽ വെച്ചിട്ടാ പോയെ. 2 കോൾ എടുക്കാത്തപ്പോഴേക്കും ഞാൻ ആൻറ്റി ഉപേക്ഷിച്ചു എന്ന് തോന്നാൻ മാത്രം അവിടെ എന്താ ഉണ്ടായത്? ഓ, ഇവിടെ മൊത്തം പ്രശ്നമാണ് ഹർഷേ. ഇന്നത്തെ പ്രശ്നം ഞാൻ നിന്നെ വന്ന് കണ്ടതും അവിടെ നിന്ന് ആഹാരം കഴിച്ചതുവാ. അത് നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ ആൻറ്റി? അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആൻറ്റിയുടെ കാര്യങ്ങൾക്കൊരു പരിഹാരം കാണുകയാണല്ലോ നമ്മുടെ ലക്ഷ്യം. ഓ, അതൊന്നും അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്നെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീട് ഭാഗം വെച്ച് പിരിയാന്ന് വരെ ഞാൻ പറഞ്ഞു നോക്കി. അപ്പൊ എല്ലാം വിട്ടു തന്നിട്ട് അവൻ പോയിക്കോളാന്നാ ഇന്ദ്രൻ പറയുന്നത്. അവളോ? ആ അനുപമേ, അവളതിന് ഓക്കെയാണോ? ഏയ്, എന്റെ സ്വത്ത് ഭാഗം വെക്കുന്നില്ല, അവളെന്ത് പറയാനാ?
അതിന്റെ തീരുമാനം എടുക്കേണ്ടത് ഇന്ദ്രനല്ലേ? പിന്നെ ഒഴിഞ്ഞു പോവാമെന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പോ സത്യരും ഏട്ടന്റെ പുറകെ ഇറങ്ങുമെന്നാ പറഞ്ഞത്. രണ്ടാൾക്കും പോകാൻ ഭാര്യ ഇവിടെ ഉണ്ടല്ലോ. സോനിക്ക് മാത്രമാ പോകാൻ ഇടമില്ലാത്തത്. വേണമെങ്കിൽ അവക്കും എനിക്കിവിടെ സുഖമായിട്ട് ജീവിക്കാം.